ഹലോ, ഞാൻ ബിന്ദു സമ്പത്ത്. ഒരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരട്ടെ. ക്രിസ്ത്യൻ വെഡ്ഡിങ്സിന് യൂസ് ചെയ്യാം, അതേമാതിരി റിസപ്ഷൻ ബ്രൈഡുകൾക്കും ഹെയർ സ്റ്റൈൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ലവണ്ണം ഷാമ്പു ചെയ്യുക. ഈ 2 ദിവസം മുന്നേ ചെയ്ത് 3-ാമത്തെ ദിവസമായിരിക്കണം നമ്മൾ ഫംഗ്ഷന് പോകുന്നത്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും നമ്മൾ നല്ലവണ്ണം ചീകി മിഡിൽ പാർട്ടീഷൻ കറക്റ്റ് ആയിരിക്കണം. ഐബ്രോയുടെ മിഡിൽ വരുന്ന ആ ഭാഗത്തുനിന്ന് ഒരു പോർഷൻ ഇങ്ങനെ നമ്മൾ മാറ്റുവാണേ. 2 സൈഡിൽ നിന്ന് നമുക്ക് മാറ്റി വെച്ചു. തലയോട്ടിയുടെ ഈ മിഡിൽ പോർഷൻ, ക്രൗൺ ഏരിയ എന്നും ഇതിനെ പറയും, പോണി കെട്ടാനായിട്ട് ഞാൻ ഹെയറിനെ കൊണ്ടുവരുവാണ്. ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യണം. നല്ലോണം ടൈറ്റ് ചെയ്തു. ഇവിടെ പാർട്ടീഷൻ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബാക്ക് കോംബ് ലൈറ്റായിട്ട് കൊടുക്കുക. ഹെയർ സ്പ്രേ യൂസ് ചെയ്യണം. ഈ ചെയ്ത പോണിയുടെ അടിയിലേക്ക് കൊണ്ടുവരുവാണ്. മാതിരി ഈ സൈഡിൽ നമ്മൾ മാറ്റി വെച്ച മുടിയുണ്ടല്ലോ, അതൊന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട്, ആ ബാക്ക് കോമ്പിങ് ഫ്രണ്ടിൽ അറിയാൻ പാടില്ല. അതിന് ഞാൻ ഈ പോണിയുടെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട്, നേരത്തെ നമ്മൾ സെക്യൂർ ചെയ്തല്ലോ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻഡ്, 2 പോണി വന്നിട്ടുണ്ട്. ഒരു പോണി മിഡിലും ഒരു പോണി നമ്മൾ 2 സൈഡിൽ നിന്ന് കൊണ്ടുവന്നത്. കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഇതുമാതിരി ഒരു നെറ്റ് ആദ്യത്തെ പോണി ഉണ്ടല്ലോ അതിൻ്റെ അടിയിലേക്ക് വയ്ക്കുക. വോളിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ലെങ്തായിട്ട് നമ്മൾ വെച്ചിട്ട് യൂപിൻ വെച്ചിട്ട് 4 സൈഡ് സെക്യൂർ ചെയ്യുക. നന്നായിട്ട് ചീകിയിട്ട് ഓരോരോ ലെയറായിട്ട് എടുത്ത് നമുക്ക് ബാക്ക് കോംബ് ചെയ്യുക. ബാക്ക് കോംബ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിടുക. ബാക്ക് കോംബ് ചെയ്യുക എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഏറ്റവും ഫസ്റ്റ് ലെയർ ബാക്ക് കോംബ് ചെയ്യില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ മുടി വിടണമെങ്കിൽ മുടി വിടാം. ഇല്ല, നമുക്ക് കേൾസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോങ്സിൽ കേൾസ് എടുക്കുക. നമുക്ക് ബീഡ്സ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഗ്ലൂ വെച്ചിട്ട് ഏത് ഭാഗത്ത് വേണമോ, ഒരു സൈഡ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ല 2 സൈഡിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Until then, bye.